പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ എൻ്റെ ചെറിയ കാറിനുള്ളിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഞാനിപ്പോൾ വന്നത് മാധവൻ പാസ്റ്ററുടെ വൈഫ് വളരെ കണ്ണുനീരോടുകൂടെ, വളരെ വേദനയോടുകൂടി ഇന്ന് രാവിലെ എന്നെ വിളിച്ചു. അദ്ദേഹം ഇപ്പോൾ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗത്തിൽ ഐസിയുവിലാണ്. 24 മണിക്കൂറാണ് ഡോക്ടർ ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. 24 മണിക്കൂർ ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഈ ദേവദാസി വിളിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. അദ്ദേഹം മറ്റൊരു മതപശ്ചാത്തലത്തിൽ നിന്ന് നമ്മുടെ വിശ്വാസാനുഭവത്തിലേക്ക് വന്ന ഒരു ദേവദാസനാണ്. 24 വർഷമായിട്ട് കർത്താവിനെ സേവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞ് 3 മക്കളാണുള്ളത്. അത് മൂത്ത കുഞ്ഞ് പോളിടെക്നിക് വിഭാഗത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ പൈസ പഠിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ക്ലാസ് മുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ ദൈവാസന ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞാണ്. അത് അന്ന് ഹാർട്ട് മാറ്റി വെക്കണമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിലും നമ്മുടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്ന് ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തി. അത്യാവശ്യം നല്ല സുഖത്തോടു കൂടെ ഇരിക്കുന്ന സമയത്താണ് മാസം തോറും നല്ലൊരു പൈസ മരുന്നിനാവും, എന്നാൽ വേറെ വരുമാനമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും ഇങ്ങനൊരു പ്രയാസം വന്നിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഈ കുടുംബത്തിന് അറിയില്ല. കാരണം ഒരു പൈസ പോലും അവിടെ കയ്യിലില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് ചികിത്സയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകേണ്ടതെന്നൊന്നും അവർക്കറിയില്ല. ആ ദേവദാസിയുടെ വാക്കുകൾ ഒരു നിമിഷം ശ്രദ്ധിക്കണമേ. ഇന്നലെ അടുത്തടുത്തുള്ളതായിരിക്കുന്ന ചെറിയ ചെറിയ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ അസുഖം അവിടുന്ന് കൂടി. അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തത്. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വന്നു. എന്നാൽ അവിടെ നിന്ന് വീണ്ടും അസുഖം കൂടി. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് പോയത്. എന്നാൽ എങ്ങനെയെങ്കിലും ആ ദേവദാസന്റെ ജീവൻ രക്ഷപ്പെടുത്തണമെന്ന് വിചാരിച്ച് ഇപ്പോൾ കോട്ടയം കാരിത്താസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ ദേവദാസിയുടെ വാക്കുകൾ ദയവായിട്ടൊന്ന് കേൾക്കണമേ. വളരെ മറ്റാരും സഹായിക്കാനില്ലാത്ത, കർത്താവല്ലാതെ മറ്റാരിലും ആശ്രയിപ്പാനില്ലാത്ത ഒരു കുടുംബമാണ്. ആ ദേവദാസിയുടെ വാക്കുകളൊന്ന് കേൾക്കണമേ എന്ന് ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിന് മഹത്വം. എൻ്റെ ഭർത്താവ് മാധവൻ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഹാർട്ടിനും ലിവറിനും കിഡ്നിക്കെല്ലാം അണുബാധയുണ്ടായി. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. എന്നാൽ അവിടുന്ന് പെട്ടെന്ന് സീരിയസ് ആയി. പെട്ടെന്ന് തന്നെ മരണത്തിൻ്റെതായ ഒരവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാരിത്താസിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ വന്നു. എന്നാൽ ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ആ സമയത്താണ് ഞാൻ സജി പാസ്റ്റർ വിളിക്കുവാനിടയായത്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും, എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു സഭയുണ്ട്. ദൈവമക്കളെല്ലാം വളരെ പാവപ്പെട്ടവരാണ്. ആർക്കും സാമ്പത്തികമായി ഒന്നും സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരുടെയും സഹായം. എവിടെ താമസിക്കുന്നത് ഇപ്പം? വണ്ണപ്പുറം 40 ഏക്കർ. 40 ഏക്കർ എന്ന് പറയുന്നത് അതൊരു മലയുടെ മുകളിലാണല്ലേ? ആ, മലയുടെ മുകളിലാണ്. പിന്നെ ഏത് ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്? ഫെഡറൽ ബാങ്കിൽ. ഫെഡറൽ ബാങ്കിൽ ആരുടെ പേരില്ല? പാസ്റ്ററുടെ പേരിലാണ്. മാധവൻ പാസ്റ്റർ എങ്ങനെ എഴുതിയിരിക്കുന്നത്? മാധവൻ പി എന്ന് പറഞ്ഞാല് പൊടിപ്പാറയിൽ അയ്യപ്പൻ എന്നാണ് ഇതല്ലേ? ഓക്കെ. വണ്ണപ്പുറം ബ്രാഞ്ചിലാണോ അക്കൗണ്ട് ഉള്ളത്? ഇവിടെയുള്ളവരെ ദൈവാസിക്ക് ടെൻഷൻ കാരണം സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, സംസാരിക്കാനായിട്ട് കഴിയുന്നില്ല. എങ്ങനെ സംസാരിക്കണം, എവിടെ സംസാരിക്കണം എന്നൊന്നും അറിയുന്നില്ല. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. അപ്പം ആരും സഹായിക്കാനില്ലാത്തൊരു പ്രത്യേക സാഹചര്യത്തിലൂടെ പോവുകയാണ്. ഇനിയിപ്പം ബില്ലുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം അടയ്ക്കണം. പിന്നെ മാസങ്ങളായി രോഗിയായി കിടന്ന ഈ ദേവദാസന് ഇത്ര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ കരങ്ങൾ ദൈവത്തെ ഓർത്ത് നമ്മുടെ കരങ്ങൾ കർത്താവിൻ്റെ കരങ്ങളായി നമുക്ക് നീട്ടുകയും ഈ മറ്റൊരു മതപശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഈ ദേവദാസൻ, അതുപോലെ തന്നെ കുടുംബക്കാരെല്ലാം പിന്നെ അദ്ദേഹം പോകുന്ന മതവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ഒറ്റയ്ക്കാണ് വിശ്വാസാനുഭവത്തിൽ വന്നിരിക്കുന്നത്.
എന്നാൽ നമുക്ക് അദ്ദേഹത്തെ സഹായിക്കണം, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് നൽകണം. ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് അറിയേണ്ടതിനായിട്ട് ഫോൺ നമ്പർ ചേർക്കുന്നുണ്ട്, അക്കൗണ്ട് നമ്പർ ചേർക്കുന്നുണ്ട്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമീൻ.